നാവ് സ്വപ്നം കണ്ടാൽ എന്തൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ എന്ന് നോക്കാം. തന്റെ നാവിന്റെ നീളമോ വീതിയോ കൂടി എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ വാഗ്വാദ സമയങ്ങളിൽ അവൻ എതിരാളിയുടെ മേൽ കടന്നു കയറുകയും എതിരാളിയെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഏറ്റുമുട്ടലൊന്നും കൂടാതെ നാവു നീണ്ടുപോയി എന്ന് കണ്ടാൽ സംസാരം നീണ്ടുപോകും എന്നാണർത്ഥം. തനിക്ക് 2 നാവ് ഉണ്ട് എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ അവന് അറിവും ബുദ്ധിയും പ്രദാനം ചെയ്യും എന്ന് സാരം. തന്റെ നാവ് മനഃപൂർവ്വം പൂട്ടിയെന്നും സാരിക്കുന്നില്ലെന്നും ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ നുണ പറയുന്നതിൽ നിന്നും പശ്ചാത്തപിക്കും. ആരോ തന്റെ വായിൽ നാവു വെച്ചു എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ അവന് ആരോട് സംസാരിക്കുമ്പോഴും ശക്തിയും തെളിവും ഉണ്ടാകും. താൻ ആരുടെയോ നാവ് ഈമ്പിക്കുടിക്കുന്നു എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ അവനിൽ നിന്നും അറിവും ബുദ്ധിയും സമ്പാദിക്കും എന്ന് സാരം. ഏതോ ഒരു സന്യാസിയുടെ നാവ് സ്തംഭിച്ചു എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ സന്യാസിക്ക് എന്തോ കൊടുക്കും എന്ന് സാരം. ആരുടെയോ നാവ് മുറിച്ചു എന്ന് സ്വപ്നം കണ്ടാൽ അവൻ മറയില്ലാത്തവനാവുകയും അവന്റെ രഹസ്യം പരസ്യമാവുകയും ചെയ്യും. തന്റെ നാവ് അണ്ണാക്കിലേക്ക് കയറിപ്പോയി എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ കടബാധ്യതയുള്ളവനായിത്തീരും എന്ന് സൂചന. തന്റെ നാവ് ശക്തവും തടിച്ചതും ആണ് എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ എതിരാളിയെ അവൻ പരാജയപ്പെടുത്തും. തന്റെ നാവിന് പരിക്കുപറ്റി എന്ന് സ്വപ്നം കണ്ടാൽ അവൻ ആരെയോ കുറിച്ച് അപവാദം പറയും, അല്ലെങ്കിൽ കള്ളം പറയും. തന്റെ നാവിന്മേൽ മുടിമുളച്ചിരിക്കുന്നു എന്ന് സ്വപ്നം കണ്ടാൽ വാക്കുമൂലം അവൻ പ്രയാസത്തിൽ അകപ്പെടും എന്ന് സൂചന. തന്റെ നാവ് വീങ്ങിയിരിക്കുന്നു എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ വാക്ക് മൂലം അവൻ സമ്പത്ത് ലഭിക്കും എന്നർത്ഥം. തന്റെ നാവ് 2 ഭാഗമായിരിക്കുന്നു എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം അവൻ കപടനാകും എന്നതാണ്. തനിക്ക് നാവില്ല എന്ന് കണ്ടാൽ എല്ലാ കാര്യങ്ങളിലും അവൻ അശക്തനായിത്തീരും. തന്റെ നാവിന് അറ്റമില്ല, അല്ലെങ്കിൽ അത് മുറിഞ്ഞിരിക്കുന്നു, സംസാരിക്കാൻ കഴിയില്ല എന്ന് കണ്ടാൽ അവന്റെ കാര്യങ്ങളിൽ ഒരു പകരക്കാരനെ ആശ്രയിച്ചിരിക്കുന്നു എന്നർത്ഥം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്.